ഹായ് ഫ്രണ്ട്സ്, ബൂനി അനലിറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളവിടെ പുതിയൊരു മൊഡ്യൂളാണ് തുടങ്ങുന്നത്. മെഷീൻ ലേണിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ ഡാറ്റ അനാലിസിസ് യൂസിങ് പൈത്തൺ, അതേപോലെ തന്നെ ബിഗ്ക്വറി, എക്സൽ, ടാബ്ലു ഇതെല്ലാം കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ പുതിയ ഒരു ഫീൽഡിലേക്കാണ് പോകുന്നത്, മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗ് നിങ്ങൾക്ക് അറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡാണ് മെഷീൻ ലേണിംഗ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എന്തെല്ലാം കവർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ ടൈപ്പ് ലേണിംഗ് ആണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പ്രസൻറ്റ് ചെയ്യുന്നത് ബൂനി അനലിറ്റിക്സ് ആണ്, ടീം ബൂനി അനലിറ്റിക്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതിൽ നമ്മൾ എന്തെല്ലാം കവർ ചെയ്യുമെന്ന് വെച്ചാൽ, വാട്ട് ഈസ് മെഷീൻ ലേണിംഗ്, എന്താണ് മെഷീൻ ലേണിംഗ് കവർ ചെയ്യും. അതുപോലെ മെഷീൻ ലേണിംഗും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ മെഷീൻ ലേണിംഗ് ടാസ്ക് എന്തൊക്കെയാണ് നമ്മൾ കവർ ചെയ്യും. ടൈപ്പ് ഓഫ് ലേണിംഗ് ഏതൊക്കെയാണ്, സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, അങ്ങനെ കുറേ ലേണിങ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കവർ ചെയ്യും. പിന്നെ ഫസ്റ്റ് നമ്മൾ നോക്കണം വാട്ട് ഈസ് മെഷീൻ ലേണിംഗ്. എന്താണ് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ സബ്സെറ്റ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. മെഷീൻ ലേണിംഗ് എഐൻ്റെ ഒരു സബ്സെറ്റ് ആണ്. അപ്പോൾ ഫുൾ എഐ ഇതിനേക്കാൾ അഡ്വാൻസ് വെർഷൻ ആണ്. ഇതിൻ്റെ സബ്സെറ്റ് സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇനേബിൾ മെഷീൻസ് ടു ലേൺ ഫ്രം ഡാറ്റ. അപ്പോൾ നമ്മൾ ഡാറ്റ ഓൾറെഡി നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച ഒരുപാട് ഡാറ്റകൾ ഉണ്ടാവുമല്ലോ. ആ ഡാറ്റയിൽ നിന്ന് തന്നെ നമ്മൾ ഒരു മെഷീനിനെ ആ ഡാറ്റ ഉപയോഗിച്ച് തന്നെ ലേൺ ചെയ്യാൻ പഠിപ്പിക്കുകയാണ് നമ്മൾ മെഷീൻ ലേണിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. Also improve performance over time without explicit program. അഥവാ പെർഫോമൻസ് കാലം കഴിയുന്നതിനനുസരിച്ച് ഈ മെഷീനിൻ്റെ പെർഫോമൻസ് പവർ കൂടുകയാണ്. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓർഡിനറി നമ്മൾ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ചെയ്യുന്ന പോലെ അപ്ഡേഷൻ ഇങ്ങനെ വരുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ കാണില്ലേ, സോഫ്റ്റ്വെയർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ടൈമിൽ അപ്ഡേഷൻ വരുന്നു. ആ ഒരു അപ്ഡേഷൻ മാനുവൽ പ്രോഗ്രാം ഇല്ലാതെ തന്നെ നമുക്ക് എന്തായി കിട്ടും, ഇതിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യും. അതിനുള്ള ഒരു എക്സാമ്പിൾ ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്റ്റിംഗ് ഹൗസ് പ്രൈസ് ഫ്രം ഹിസ്റ്റോറിക് ഡാറ്റ. ഒരുപാട് ഒരു ഏരിയ നോക്കാം. ഈ ഏരിയയിൽ ഒരുപാട് ഹൗസുകളുണ്ട്. ഓക്കെ, ഈ ഹൗസുകൾ ഒരു 6 ഹൗസ് ഉണ്ട് നോക്കുക. ഈ ഹൗസൊക്കെ എന്താക്കിയിട്ടുണ്ട്, ഇതെല്ലാം സെയിലായിട്ടുണ്ട് പ്രീവിയസ്. ഓക്കെ, അപ്പോൾ 6 ഹൗസിൻ്റെ കറസ്പോണ്ടിങ് സെയിൽസ് എമൗണ്ട് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, 1, 2, 3 അപ് ടു 6 വരെ. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് എമൗണ്ട് ഇതൊരു 10 ലക്ഷം, 20 ലക്ഷം, 15 ലക്ഷം, 7 ലക്ഷം, അങ്ങനെ അവസാനം ഒരു 30 ലക്ഷം, അങ്ങനെയൊക്കെയാണ് നമുക്ക് അതിൻ്റെ സെയിൽസ് എമൗണ്ട് നിൽക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മെഷീൻ ഇപ്പോൾ ഇനി പുതിയതായൊരു ഹൗസ് ഇവിടെ വന്നിട്ടുണ്ട്, അത് സെയിലിൽ വെച്ചാൽ. എന്നാൽ ഈ ഹൗസിൻ്റെ പ്രൈസിൽ നിന്ന് തന്നെ നമുക്ക് എന്താക്കാം, ഈ മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താക്കാൻ കഴിയും, പുതിയ ഹൗസിൻ്റെ പ്രൈസ് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ എക്സാമ്പിൾ അതാണ് ഈ മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു ബേസിക് എക്സാമ്പിളായിട്ടാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ ഇനി ഈ സ്ലൈഡ് 3 നമ്മൾ മെൻഷൻ ചെയ്യുന്നത് വെച്ചാൽ മെഷീൻ ലേണിംഗ് via സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അഥവാ STE. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഫീച്ചേഴ്സ്. ഇതിൻ്റെ ഫീച്ചേഴ്സും വ്യത്യസ്തമായ ഫീച്ചേഴ്സും അതിൻ്റെ കറസ്പോണ്ടിങ് മെഷീൻ ലേണിംഗും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും എൻജിനീയറിങ്ങിൻ്റെ ഡിഫറൻസുകളാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തെ ഫീച്ചറാണ് ഫോക്കസ്. ഈ മെഷീൻ ലേണിംഗ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്തിലാണ്, ഡാറ്റ ഡ്രീവൺ മോഡൽസ് ആണ്. ഓക്കെ, ഡാറ്റകളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ
ഇന്നത്തെ കാലഘട്ടത്തിൽ ഡാറ്റയാണ് ഇപ്പോൾ പ്രസൻറ്റ് ഡേയ്സിൽ ഡാറ്റയാണ് പെട്രോളിനെക്കാട്ടും പെട്രോളിയം പ്രൊഡക്റ്റിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഡാറ്റ. ഓക്കെ, അപ്പോൾ എന്നാൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ നമ്മൾ കോഡ്സാണ് ഫോക്കസ് ചെയ്യുന്നത്, അതുപോലെ സിസ്റ്റം ഡിസൈൻ, കോഡ്സും സിസ്റ്റം ഡിസൈനാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്നാലോ ഈ പക്ഷേ സ്കിൽസ് വേണ്ടത് എന്തൊക്കെയാ വെച്ചാൽ മാത്സ് അത്യാവശ്യം അറിയണം. മെഷീൻ ലേണിംഗ് ബേസിക് അത്യാവശ്യം മാത്സിൽ നല്ല നോളജ് വേണം. അതുപോലെ സ്റ്റാറ്റിക്സിലാണ് നോളജ് വേണം. അതുപോലെ മെഷീൻ ലേണിംഗ് ലൈബ്രറീസ് ഉണ്ട്, പൈത്തൺ നമ്മുടെ ഒരുപാട് ലൈബ്രറീസ് യൂസ് ചെയ്യുന്നത്. ആ ലൈബ്രറിയിലൊക്കെ അത്യാവശ്യം നല്ല നോളജ് വേണം. എന്നാൽ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ അൽഗോരിതം അറിയണം, അതുപോലെ കോഡിങ് അറിയണം, ഡീബഗിങ്ങും അറിയണം. നെക്സ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റീവ് മോഡലായിരിക്കും, ഒരു പ്രൊഡിക്റ്റ് ചെയ്ത ഒരു മോഡലായിരിക്കും ഔട്ട്പുട്ട്. എന്നാലും ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ഔട്ട്പുട്ട് ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ API സർവീസ് എന്തെങ്കിലും ആയിരിക്കും. ടൂൾസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പൈത്തൺ ആണ്. പൈത്തൺ നമ്മൾ ഓൾറെഡി നമ്മളെ ബേസിക് പൈത്തണൊക്കെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, നമ്മൾ തന്നെ ചാനലിൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ കൂടുതലായിട്ടുള്ള ലൈബ്രറീസൊക്കെ നമ്മൾ അതാത് ടൂൾ പഠിക്കുമ്പോൾ നമ്മൾ പറയും. പിന്നെ ടെൻസോർ ഫ്ലോ, സൈക്കിറ്റിലാണ്. ഇതിലൊക്കെ നല്ല നോളജ് ഉണ്ടെങ്കിൽ അത്യാവശ്യം നോളജ് വേണം. പിന്നെ നമ്മൾ ചെയ്ത് അത് നോളജ് കൂട്ടും. ഓക്കെ, എന്നാൽ നെക്സ്റ്റ് ഇതിലാണെങ്കിലോ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആണെങ്കിൽ ജാവ, ഗിറ്റ്, REST API, SQL ഇതിലൊക്കെ നല്ല നോളജ് വേണം. അപ്പോൾ ഇതാണ് നമ്മളെ മെയിനായിട്ട് കാര്യങ്ങൾ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മെഷീൻ ലേണിംഗ് ടാസ്ക് എന്തൊക്കെയാണ്. ഓക്കെ, ഒന്നാമത്തെ ടാസ്ക് പറഞ്ഞാൽ മെഷീൻ ലേണിംഗ് യൂസ് ചെയ്യുന്ന സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഒരു മോഡലാണ്. മെഷീൻ ലേണിങ്ങിനെ യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. പിന്നെ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. ഈ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ യൂസ് ലേബിൾഡ് ഡാറ്റ, അഥവാ ലേബിൾ ചെയ്ത ഡാറ്റകളായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ ഇതിന് ഉദാഹരണമാണ് സ്പാം ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. അതുപോലെ ഹൗസ് പ്രൈസ് പ്രൊഡിക്ഷനും യൂസ് ചെയ്യുന്നത് സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. ഓക്കെ, എന്നാൽ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉണ്ട്, അതിൽ നോ ലേബിൾ ഡാറ്റ, മാർക്കറ്റ് സെഗ്മെന്റേഷൻ പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുന്നത് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. ഇനി റീഎൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറഞ്ഞ വേറെ ടെക്നിക്ക് ഉണ്ട്. ഇതിൽ നമ്മൾ ട്രയൽ ചെയ്ത് നോക്കും, അതിൻ്റെ അറിവ് കണ്ടുപിടിക്കും, അതിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തി വീണ്ടും അടുത്ത ട്രയൽ എറർ, ആ ഒരു മെത്തേഡിൽ പ്രോഗ്രസ് ചെയ്യുന്ന രൂപമാണ് അത്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ റീഎൻഫോഴ്സ്മെന്റ് ലേണിംഗിൽ ഗെയിം AI നമ്മൾ വരുന്നത്, റോബോട്ടിക്സ്, ഇതിൽ ട്രയൽ ആൻഡ് എറർ, ഇതിലെല്ലാം റീഎൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ സെമി ഓർ സെൽഫ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്, ഇത് കോമ്പിനേഷൻ ഓഫ് ലേബിൾഡ് ആൻഡ് അൺലേബിൾഡ് ഡാറ്റ. ദാറ്റ് മീൻസ് സൂപ്പർവൈസ്ഡ് ലേണിംഗിൻ്റെയും അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൻ്റെയും കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ടാണ് സെമി ആൻഡ് സെൽഫ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൈപ്പ് ഓഫ് ലേണിംഗ്. ഓക്കെ, അപ്പോൾ നേരത്തെ ടൈപ്പ് ഓഫ് ലേണിംഗിൽ നമ്മൾ ഫസ്റ്റ് ടൈപ്പാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. ഓൾറെഡി നമ്മൾ ലേൺ ഫ്രം ലേബിൾഡ് ഡാറ്റ, ഇതിനൊരു എക്സാമ്പിളാണ് ഇമെയിൽ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ് സെക്കൻഡ് വൺ. ഇതിന് ഫൈൻഡ് ഹിഡൻ പാറ്റേൺ അൺലേബിൾഡ് ഡാറ്റ, ഫൈൻഡ് ഹിഡൻ പാറ്റേൺ ഇൻ അൺലേബിൾഡ് ഡാറ്റ. അൺലേബിൾഡ് ഡാറ്റയിലുള്ള ഹിഡൻ പാറ്റേൺ നമ്മൾ കണ്ടുപിടിക്കുക, എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ മെഷീനെ ട്രെയിൻ ചെയ്യുക. കസ്റ്റമർ സെഗ്മെന്റേഷന് നമ്മൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളിൽ നമ്മൾ എഴുതുന്നത് കസ്റ്റമർ സെഗ്മെന്റേഷൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, റീഎൻഫോഴ്സ്മെന്റ് ലേണിംഗിൽ ലേൺ റിവാർഡ്സ് ആൻഡ് പെനാൽറ്റീസ്. ഓക്കെ, റിവാർഡ്സ് ആൻഡ് പെനാൽറ്റീസ് ലേൺ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു പർപ്പസിൽ നമ്മൾ സെൽഫ് ഡ്രൈവിംഗ് കാർസിൽ ഇലോൺ മസ്കിൻ്റെ ടെസ്ല ഇതെല്ലാം ഇതേപോലത്തെ ലേണിംഗ് യൂസ് ചെയ്തിട്ട്, റീഎൻഫോഴ്സ്മെന്റ് ലേണിംഗ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ടെസ്ലയിൽ എന്നല്ല, പോലത്തെ വണ്ടികളിൽ, ടെസ്ലയിൽ കുറച്ചും അവർ പുതിയ അഡ്വാൻസ് ടെക്നോളജിയാണ്.
എന്നിട്ട് നെക്സ്റ്റ് സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ്. ഇതിൽ സ്മാൾ ലേബിൾഡ് പ്ലസ് ലാർജ് അൺലേബിൾഡ് ഡാറ്റ യൂസ് ചെയ്യുന്നു. കുറച്ച് ലേബിൾഡ് ഡാറ്റ ഈസിനെസ്സിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. കൂടുതലും ലാർജ് അൺലേബിൾഡ് ഡാറ്റ യൂസ് ചെയ്യും. ഇമേജ് ലേബലിങ്ങിന് ഇതാണ് സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് യൂസ് ചെയ്യുന്നത്. പിന്നെ സെൽഫ് സൂപ്പർവൈസ്ഡ് ലേൺ ഫ്രം ഡാറ്റ ഇറ്റ്സെൽഫ്. ഡാറ്റന് സ്വന്തമായിട്ട് ഡാറ്റയിൽ നിന്ന് തന്നെ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ലാംഗ്വേജ് മോഡൽ PERT പോലത്തെ മോഡലൊക്കെ ഇതേപോലെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സമ്മറി നമ്മൾ നോക്കുന്നത്. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് മെഷീൻ ലേണിംഗ് ഹെൽപ്പ് മെഷീൻ ലേൺ ഫ്രം ഡാറ്റ. മെയിൻ പോയിന്റ് പറഞ്ഞാൽ ലേൺ ഫ്രം ഡാറ്റ ആണ്. മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ലേൺ ഫ്രം ഡാറ്റ. മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൽ പിന്നെ നമ്മൾ പഠിച്ചത് കമ്പയർ ടു ST and ML is more data centric. ML is more data centric. Okay, എന്നാൽ ST program centric, logic operation ലോജിക് ബേസിലാണ് ST. ML more data centric. കീ ML ടാസ്ക് നമ്മൾ പഠിച്ചു. അതുപോലെ സൂപ്പർവൈസ്ഡ് ലേണിംഗ്, സൂപ്പർ റീഇൻഫോഴ്സ്മെന്റ് എക്സെട്ര. ടൈപ്പ് ഓഫ് ലേണിംഗ്, suitable and different problem and data types ഒക്കെ നമ്മൾ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. ഇതാണ് നമ്പർ 7356173573. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലില്ല boonianalytics@gmail.com. ഓക്കെ, അതുപോലെ നമ്മളെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഗുഡ് ബൈ.